എന്താ ഇത്? ഇതാണ് നമ്മൾ അമേരിക്ക പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ്, നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം. അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണ് സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോറൂം, ഇതൊരു ഓഫീസ് റൂം എനിക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും വേണ്ട ഉണ്ണിയേട്ടാ, നമുക്ക് മാളൂട്ടി മാത്രം മതി. ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തുപോകും. വേണ്ട, ഉണ്ണിയേട്ടന്റെ, എന്റെ, നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രമല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാൽ ശരി. എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ. മാമ കളിക്കാൻ വരുന്നില്ല? പിന്നെ അടുപ്പത്ത് കോഴിയിരിക്കുന്നു. അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. എന്നെയും കൊഞ്ഞു തിന്നോ? പക്ഷെ ഇപ്പഴല്ല. പിന്നെ മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുതരും. അയ്യേ. ഓ. മാളൂട്ടിയുടെ പോയി കളിച്ചോ. എന്താ ഈ പട്ടിക്ക്? മാളൂട്ടി, മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളൂട്ടി. മാളൂട്ടി, മാളൂ. ഈശ്വരാ, മാളൂട്ടി.
മാളൂട്ടി രാജി എന്റെ മോള് മാളൂട്ടി മാളൂട്ടി മോളെ കുട്ടമ്പിള്ളേ കുട്ടമ്പിള്ളേ മോളെ മോളെ മാളൂട്ടി എന്താ എന്ത് പറ്റി മോളെ ദൈവമേ ചതിച്ചല്ലോ മോളെ രാജി രാജി നമ്മുടെ മോള് എന്റെ ദൈവമേ ഈ കുഴി മൂടിയിട്ടിരുന്നാണല്ലോ എന്റെ മൂടി അവിടെ പോയി അയ്യോ അയ്യോ മോളെ മാളൂട്ടി എന്റെ പൊന്നു മോളെ കുട്ടമ്പിള്ളേ കുട്ടമ്പിള്ള എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം എന്തെങ്കിലും ഒന്ന് പോയി എടുത്തോട്ട് വാ അയ്യോ സാറ് സൂക്ഷിക്കണം 10 നൂറ്റാമ്പാട് താഴ്ചയുള്ള കുഴിയാ കുഞ്ഞു ബാക്കിയത്തിൽ എവിടെ തടഞ്ഞിരിക്കുക രാജി 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 വെള്ളം വെക്കാതെ നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്താം രാജി ധൈര്യമായിട്ടിരിക്കും പ്ലീസ് സാറ് സമാധാനിക്കും ഞാൻ എഞ്ചിനീയർ സാറിനെ വിളിക്കാം മോളെ മാളൂട്ടി കുട്ടമ്പിള്ളേ കുട്ടമ്പിള്ള കയറോ എന്തെങ്കിലും കിട്ടുമോ അടുക്കളടുത്ത് കാണും രാജി ഞാൻ വരുന്നു. കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക സാറൊന്ന് വേഗം വരണം സാർ രാജി രാജി മാളൂട്ടി മാളൂട്ടി മോളെ പേടിക്കണ്ട മോളെ മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ മോളെ പേടിക്കണ്ടേ മോളെ. മാളൂട്ടി മോളെ മാളൂട്ടി മോളെ മോളെ മാളൂട്ടി മോൾക്ക് കയറ് കാണാമോ മോളെ പേടിക്കണ്ട മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ മാളൂട്ടി ഇതിലൊന്നും പിടിക്കും മോളെ പിടിക്ക്. ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ ഇതിൽ പിടിക്കേ പേടിക്കില്ല മോളെ പേടിക്കില്ല ഒന്നുമില്ല മാളൂട്ടി പിടിക്ക് മോളെ എങ്ങനെയെങ്കിലും പിടിക്കും മോളെ മാളൂട്ടി പിടിക്ക് മോളെ അയ്യോ പേടിക്കണ്ട മോളെ മോൾക്ക് ഒന്നുമില്ല മോളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇവിടെ മോളെ, അതിന്റെ അച്ഛത്ത് പിടിക്കും മോളെ മോളെ പിടിക്ക് മോളെ പേടിക്കണ്ട മോളെ മോക്ക് ഒന്നും പറ്റില്ല മോളെ ഇതിൽ പിടിക്ക് കയറിൽ പിടിക്കും മോളെ കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവില്ല ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ കൈയെങ്ങാൻ വിട്ടുപോലെ നിസ്സാര രാജി 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 കുട്ടപ്പിള്ള ഇനിയിപ്പോ എന്താ ചെയ്യ ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴി കയറി മൂടിയില്ലേ അവിടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെയെങ്കിലും മോളെ രക്ഷിക്കണം മാളൂട്ടി സാർ ഭാഗ്യത്തിന് കുഞ്ഞ് എവിടെ സ്റ്റക്കായിരിക്കാണ് ഇനി അവിടെ നിന്നെങ്ങാനും സ്ലിപ്പായി താഴോട്ടോ ഉണ്ണി ധൈര്യമായിരിക്കും കുട്ടമ്പിള്ളേ രാജി നമ്മുടെ മോള് ഒരു 10-20 അടി നീളമുള്ള മുളയോ കമ്പോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ മുള കാണാം സാർ പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ ദാസേ ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയൂ സ്റ്റേഷനിലേക്ക് വിളിച്ച് SI രാജിലോട്ടും വരാൻ പറ ആ ഫയർ സ്റ്റേഷനിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ഓക്കെ സാർ ഉണ്ണി ഒരു സെക്കൻഡ് അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ എന്റെ കുഞ്ഞ് ഉണ്ണി സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം ആദ്യം മിസ്സിനെ ഒന്ന് സമ്മാനിപ്പിക്കൂ കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല പ്ലീസ് പ്ലീസ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു തന്നെയൊക്കെ ഒന്ന് വേഗം വരണേ സാർ പേടിക്കാതെ ആ കാര്യം നിർത്തേ ഒന്ന് വേഗം താടോ ആ മാളൂട്ടി മോളെ പേടിക്കല്ലേ സാർ പതുക്കെ
മോളെ അനങ്ങല്ലേ അനങ്ങല്ലേ. മോളെ അനങ്ങല്ലേ. മോള് കരയണ്ട. രാജി 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 ഓ ഗോഡ്. മോളെ ബോധമുണ്ട്. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ആ ലീലാമേ, ഒരു ചെറിയ ഡോസ് ട്രാങ്ക്വൈസർ കൊടുത്തേക്ക്. മോളെ മോളെ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളൊരു ഹുക്കിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക് ആണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ. സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തില് ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഇവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. ആണോ? ശരി, ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ചു. ഡോക്ടർ ഇറക്കി.